പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരാരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരാരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലത്രയും പ്രിയം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യനാഥനായ യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ വന്ദനം ചെയ്ത് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയായിരിക്കുന്നു എങ്കിലും, ഇപ്പോൾ ഏത് ദേശത്തോ ഏത് സ്ഥലത്തോ ഏത് ഭവനത്തിലോ ആയിരിക്കുന്നുവെങ്കിലും അവിടെ ആയിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യനാഥനെ കാണുവാൻ ആഗ്രഹിക്കുക. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ എന്നതുപോലെ അവിടത്തെ കാണുന്നു, അപ്പോഴാകട്ടെ നമ്മൾ അവിടുത്തെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ എന്നതുപോലെ അവിടുത്തെ കാണുന്നു. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ അവിടുത്തെ കണ്ണാടിയിൽ എന്നതുപോലെയാണ് കാണുന്നത്. നമ്മളൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ആ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ എവിടെയായിരിക്കുന്നോ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ദേവാലയത്തെക്കുറിച്ചൊന്ന് ഓർക്കുകയും അവിടെ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനായ യേശുവിനെക്കുറിച്ചൊന്ന് ഓർക്കുകയും ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ആശ്രമത്തിൻ്റെ ചാപ്പലിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തനായ ദൈവം ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരെയും ആശീർവാദങ്ങൾ അഴച്ച് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയിലേക്കും നന്മയിലേക്കും നയിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അച്ഛന്മാർ ഈ ഒരു കാര്യം ചെയ്യുന്നത്. നിങ്ങളെല്ലാവരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയാം. നമ്മൾ പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ നമുക്ക് ലഭിച്ച നന്മകൾ, നമ്മൾ മധ്യാഹ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നമുക്ക് ലഭിച്ച നന്മകൾ, സായാഹ്നത്തിലൂടെ കടന്നുപോയപ്പോൾ ലഭിച്ച നന്മകൾ, രാത്രിയിലേക്ക് കടന്നപ്പോൾ നമുക്ക് ലഭിച്ച നന്മകൾ, ഈ രാത്രിയിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന നന്മകൾ, എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയാം. പ്രത്യേകിച്ച് തിന്മയിൽ നിന്ന് അവിടെ നിന്ന് നമ്മളെ കോട്ട കെട്ടി സുരക്ഷിതമാക്കുന്നതിന് നന്ദി പറയാം. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കും ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ചു. സഖറിയ 9:8 വചനത്തിന് അഭിഷേകം കൊണ്ടാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, നാളെ നമ്മൾ പ്രഭാത ബലിയിൽ വായിക്കാനുള്ള സുവിശേഷമാണത്. സുവിശേഷത്തിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15 നിന്നിങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമല്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈശോ തന്നെ തന്നുകൊണ്ട്, ഈശോ തൻ്റെ വചനത്തെ തന്നുകൊണ്ട്, ഈശോ തൻ്റെ സാന്നിധ്യത്തെ നമുക്ക് നൽകിക്കൊണ്ടാണ് നമ്മളെ സ്നേഹിച്ചത്. അതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കണമെന്ന് ഈശോ പറയുകയാണ്. ഈശോയുടെ സാന്നിധ്യമായി നമ്മൾ മാറണം. നമ്മളെ കാണുന്നവർ ഈശോയെ കാണണം. നമ്മളുടെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് ഈശോയുടെ പുഞ്ചിരി കാണാനായിട്ട്, ഈശോയുടെ ആ സ്നേഹവും സന്തോഷവും കാണാനായിട്ട് അനുഭവിക്കാനായിട്ടും സാധിക്കണം. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെയും ബർന്നബാസിനെയും അന്ത്യോക്യയിലേക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച്, അന്ത്യോക്യയിൽ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അപ്പസ്തോലന്മാർ പറയുന്ന രംഗമുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ടാണ് അവർ അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. പൗലോസ്ലീഹയും ബർന്നബാസും സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു. ഈശോയുടെ വചനം കൊടുക്കാൻ വേണ്ടി പൗലോസ്ലീഹയും ബർന്നബാസ്ലീഹയും അവർ ശക്തമായി പ്രവർത്തിച്ചതിനെക്കുറിച്ചാണ് അപ്പസ്തോലന്മാർ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഈശോയെ കൊടുക്കാൻ വേണ്ടി, ഈശോയുടെ സാന്നിധ്യമാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ രാത്രി മുഴുവൻ നമ്മളുടെ ഭവനത്തിൽ ഏതെങ്കിലും വിധത്തിൽ അലോസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈശോയ്ക്ക് വിരുദ്ധമായതുണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ വഴിയായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. മേലൊരിക്കലും അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് ഈശോയ്ക്ക് കൊടുക്കാം. ഇനി മറ്റാരെങ്കിലും വഴിയായിട്ടാണ് അത് ഉണ്ടായിട്ടുള്ളതെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിൽ നമ്മളുടെ ചുറ്റുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിപ്പോൾ എടുത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അതെല്ലാം മാറ്റപ്പെടുവാൻ ഈശോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലത്തെല്ലാം ആ എല്ലാ തിന്മകളും നന്മകളായി പരിണമിച്ചു. അതുപോലെ നമ്മൾ ഈശോയിൽ നിറഞ്ഞ മക്കളായി നമ്മളുടെ ഭവനത്തിലോ നമ്മളുടെ ജോലിയിടങ്ങളിലോ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലോ ഒക്കെ ആയിരിക്കുമ്പോൾ അവിടെയുള്ള നെഗറ്റീവ്സ് എല്ലാം, അവിടെയുള്ള തിന്മകളെല്ലാം മാറി വിശുദ്ധിയിലേക്കും നന്മയിലേക്കും വരും. അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അതെല്ലാം എടുത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊരിക്കൽ കൂടെ പറയാം,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശുദ്ധി നിറയാൻ വേണ്ടി ദിവ്യകാരുണ്യനാഥനായ യേശുവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ശക്തനായ ദൈവമേ, കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ അന്ധകാര നാരകീയ പൈശാചിക ദുഷ്ടശക്തികളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവേ നന്ദി, 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 നന്ദി. നമ്മുടെ നിയോഗങ്ങളെല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ വയ്ക്കാം. നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ആത്മീയ മേഖലയിൽ എന്തെങ്കിലും കുറവുകൾ നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് നിയോഗമായി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, സാമ്പത്തിക പ്രശ്നമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അതെല്ലാം നമുക്ക് പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ച് സ്വസ്ഥമായിരിക്കാം, സ്വസ്ഥത അനുഭവിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ വിഷമതകൾ, വേദനകളെല്ലാം സമർപ്പിക്കാം. തിരുസഭയെ നമുക്ക് പ്രത്യേകമായി സന്ധ്യയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ലിയോ 14 മാർപ്പാപ്പയെ നമുക്ക് പ്രത്യേകമായി ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. നമ്മളുടെ വികാരിയച്ഛനെ, നമ്മളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെ, കർമ്മലീത്ത സഭയിലെ എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മറ്റെല്ലാ സന്യാസഭകളിലെയും രൂപതകളിലുള്ള എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മെത്രാന്മാരെ, എല്ലാ റീത്തുകളിലുമുള്ള മെത്രാന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും ശക്തിപ്പെടുവാൻ വേണ്ടി, ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന നല്ല മക്കളായി തീരാൻ വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും വലിയ അഭിഷേകം ഒഴുകട്ടെ. ഈ സന്ധിയിൽ നന്നായി ഉറങ്ങാനുള്ള കൃപ, ശാന്തമായി ഉറങ്ങാനുള്ള കൃപ, ചെയ്തു തീർക്കേണ്ട ജോലികൾ ഇനിയുമുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് തീർക്കാനുള്ള കൃപ, അതുപോലെ തന്നെ പ്രഭാതത്തിൽ ആരോഗ്യത്തോടുകൂടി ഉണരാനുള്ള കൃപ, അതെല്ലാം നമുക്ക് ഇപ്പോൾ ഈ ദിവ്യകാരുണ്യനാഥനോട് ചോദിച്ചു വാങ്ങാം. എല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ശക്തനായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, 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 നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും യേശുനാമത്തിൽ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നാളെ വീണ്ടും കാണുന്നതുവരെ എല്ലാ കാര്യങ്ങളും ഈശോയിൽ ക്രമീകരിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.